ബൈചേട്ടൻ കയറിയിട്ട് ബൈചേട്ടന്റെ ഒരു പ്രൈം ഏരിയ ഉണ്ടായിരുന്നല്ലോ, പ്രധാനപ്പെട്ട ഈ മുകേഷ് സിനിമകൾ അങ്ങനെ മൊത്തം കത്തി നിൽക്കുന്ന സമയത്ത് അന്ന് ഏറ്റവും അധികം സ്വീകരിച്ചിട്ടുള്ള ഉപദേശം എന്താ, ഒട്ടും സ്വീകരിക്കാത്ത ഉപദേശം എന്താ? അന്ന് എന്നെ ഉപദേശിക്കായിരുന്നു നെടുമുടി വേണുചേട്ടൻ. സിനിമയിൽ എങ്ങനെയാണ് നിൽക്കേണ്ടത്, സിനിമയിലുള്ള മറ്റ് കാര്യങ്ങൾ എങ്ങനെയാണ്, അതൊക്കെ എന്നെ ഒരുപാട് പറഞ്ഞു തന്നിട്ടുണ്ട്. വേണുചേട്ടനാണ് എന്നെ ഉപദേശിച്ചിട്ടുള്ളൂ. ഞാൻ വേണുചേട്ടൻ പറയുന്ന ഉപദേശം മാത്രമേ സ്വീകരിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം അങ്ങനെ ഉപദേശിച്ചിട്ടൊന്നുമില്ല. പിന്നെ വേറെന്താണെന്ന് വെച്ചാൽ ഒരിക്കലും സ്വീകരിക്കാത്ത ആളുകൾ എപ്പോഴും പറയുകയും ഒട്ടും സ്വീകരിക്കാൻ എനിക്ക് പറ്റാത്തൊരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ആർട്ടിഫിഷ്യലായിട്ട് ബിഹേവിയർ അറിയത്തില്ല. ഒരാളിനോട് എനിക്ക് മനസ്സിൽ ഇഷ്ടമില്ലാത്ത ഒരാളിനോട് എനിക്ക് ഭയങ്കരമായിട്ട് സ്നേഹം നടിച്ച് എനിക്ക് പെരുമാറാൻ അറിയില്ല. അത് ഞാൻ സ്വീകരിക്കില്ല. ഞാൻ എന്താണോ അതുപോലെ ഞാൻ ജീവിക്കുള്ളൂ. അല്ലാതെ ഞാൻ എന്നെ മാറ്റി ഞാൻ വേറൊരാളാക്കി അത് കുറച്ചുകൂടെ ഒക്കെ എന്നെ ബെറ്ററായി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ മറ്റുള്ളവർ ഉപദ്രവം ചെയ്യാതിരുന്നാൽ മതി. അവരെ കൂടുതൽ അല്ലെങ്കിൽ അവർക്ക് ഒരു ദ്രോഹം ചെയ്യുക അല്ലെങ്കിൽ ഉപദ്രവം ചെയ്യുക അത് ചെയ്യാതിരുന്നാൽ മതി. നമ്മൾ നമ്മളായിട്ട് ജീവിക്കുക. അത്ര എനിക്ക് പറയാനുള്ളൂ. ഈ ബൈചേട്ടനെ വെച്ചുകൊണ്ടുള്ള ഈ കഥകൾ ഉണ്ടാക്കുമല്ലോ കൂട്ടുകാര്, അത് എല്ലാ സമയത്തും നമുക്ക് ബൈചേട്ടൻ ആ ഒരു സ്പേസിൽ ഇമാജിൻ ചെയ്യുമ്പോ കറക്റ്റ് കഥകളൊന്നുമല്ല എന്നെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിരിക്കും. കൂട്ടുകാരൊക്കെ കഥകളൊന്നും ഉണ്ടാക്കില്ല. എന്തിനാ കഥ ഉണ്ടാക്കും? അല്ലാതെ റിയൽ കാര്യങ്ങൾ ഒരുപാട് കിടക്കില്ല. കഥ അല്ല ഇപ്പഴേ അപ്പാഹാജ് എന്നോട് ഒരു കാര്യം പറഞ്ഞു. അപ്പാഹാജിന്റെ വണ്ടി ഇദ്ദേഹം ഓടിച്ചോണ്ട് പോവായിരുന്നു. അപ്പൊ അപ്പാഹാജോട് അന്ന് വീട്ടിലില്ല അപ്പാഹാജ്. അപ്പൊ പല സ്ഥലത്തില്ലാത്തപ്പോ അമണി പിള്ളരാജ് വിളിച്ചിട്ട് പറഞ്ഞു, അപ്പാഹാജ് അതിന്റെ വണ്ടി ചെറുതായിട്ടൊന്ന് ഇടിച്ചിട്ട് മറ്റേ വർക്ക്ഷോപ്പിൽ കേട്ടിട്ടുണ്ടെന്ന് അറിയുന്നു, അല്ലെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകാൻ വേണ്ടി നിൽക്കുന്നത് ഞാൻ കണ്ടു കേട്ടോ ഒരു സ്ഥലത്ത് നിന്ന്. അപ്പൊ അപ്പാഹാജ് ബൈചേട്ടനെ വിളിച്ചു. ബൈചേട്ടനെ വണ്ടി ഓടിക്കുന്നത് വിളിച്ചു ചോദിച്ചു എന്താ വണ്ടിക്ക് എന്താ പറ്റിയത്? വണ്ടി ചെറുതായിട്ടൊന്ന് തട്ടിന്ന്. എന്നിട്ട് ശരിക്കും അപ്പാഹാജ് ഒന്ന് നോക്കുമ്പോ വണ്ടി നിൽക്കുന്നത് 2ാം നിലയിലാണ്. അപ്പൊ വീടിന്റെ 1ാമത്തെ നിലയിൽ. ഈ കഥയാണ് സത്യം. സംഭവം എന്നറിയാം, 92 എന്റെ വീട് പണിയുന്ന ഒരു സമയമായിരുന്നു. അന്ന് എനിക്ക് 800 ഭാര്യ ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് ഞാൻ 1 ലക്ഷം രൂപയ്ക്ക് വിറ്റു. വീട് തീർക്കാൻ പൈസ ഇല്ലാഞ്ഞിട്ട് ഞാൻ വണ്ടി വിറ്റു. വണ്ടി വിറ്റ് എന്റെ വണ്ടിയില്ല, എനിക്ക് എങ്ങും പോകാൻ പറ്റുന്നില്ല. അപ്പൊ ഈ രാജയ്ക്ക് 800 ഭാര്യ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, നീ കൊച്ചി പോവില്ലേ, ട്രെയിനിലല്ലേ പോകുന്നത്, അപ്പൊ വണ്ടി താക്കോല് എന്റെ തന്നേക്കെന്ന് പറഞ്ഞു. അങ്ങനെ തന്നു. രാത്രി ഞാൻ വണ്ടിയൊക്കെ എടുത്ത് ഇറങ്ങി അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ലൊരു പോസ്റ്റിൽ കൊണ്ടുവന്ന് ഇടിച്ചു രാത്രി. തരക്കേടില്ലാത്ത പോസ്റ്റ്. അപ്പൊ ഒരു കൊടിമരം വെച്ചിരുന്ന പോസ്റ്റാ, ഇരുമ്പ് പോസ്റ്റാണ്, ഇത്ര ഒന്നുണ്ട് അതിന്. ചവിട്ടിട്ട് നിന്നില്ല, രാവിലെ കൊണ്ടുവന്ന് ഇടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അപ്പം തന്നെ രാത്രി തന്നെ ആളിനെ വിളിച്ച് ഇതിനെ ഒരു വർക്ക്ഷോപ്പിലോട്ട് മാറ്റി. അതിന്റെ ഫ്രണ്ടൊക്കെ പോയി. ഈ 1ാമത്തെ നില ഇരുന്നൊക്കെ പറയുന്നത് എക്സാഗറേറ്റ് അതൊക്കെ. അപ്പൊ അതിന്റെ മുമ്പിൽ ഒരു നേഴ്സറി ഉണ്ടായിരുന്നു. ഈ ഇടിച്ചതിന്റെ നേരെ ഇവിടെ ചെടിയൊക്കെ വിൽക്കുന്ന ഒരു നേഴ്സറി. ഈ രാവിലെ എന്ത് ചോദിച്ചാൽ രാവിലെ ചെടി വാങ്ങിക്കാൻ അവിടെ പോയി. ഈ സംഭവം നടന്നത് രാത്രി 2 മണിക്ക്. രാവിലെ പോയപ്പോ അവിടെ ചെടി എടുത്തു കൊടുക്കാൻ നിൽക്കുന്ന പറഞ്ഞു, ഇന്നലെ ഇന്ന ആള് വന്ന് ഇവിടെ വണ്ടി ഇടിച്ചു രാത്രി അതൊക്കെ പറഞ്ഞ് ഇവനാ പറഞ്ഞു കൊടുത്തത്. അപ്പൊ ഞാൻ വീട്ടിൽ എന്നെ ഒരു 10 മണിയായപ്പോ രാജേട്ടനെ വിളിക്കാണ്, ഇന്നലെ വണ്ടി ആക്സിഡന്റ് ചെയ്യാൻ പറ്റിയ. ഞാൻ മനസ്സിലായി, ഇയാളെങ്ങനെയാണോ ഇത് പറഞ്ഞത്? രാത്രി 2 മണിക്ക് ഇടിച്ചപ്പോ അവിടെ ആരുമില്ല. ഈ വണ്ടി അവിടെ പിന്നെ എടുത്ത് മാറ്റിയപ്പോ ഒരു മനുഷ്യനില്ല. ഇയാളത് എങ്ങനെ അറിഞ്ഞത്? ഞാൻ ആര് പറഞ്ഞ ആരെങ്കിലും പറയണ്ടോ, ഇടിക്കാ വണ്ടി ഇടിക്കാ. ഞാൻ പറഞ്ഞു തട്ടി, ഞാൻ ആരോടും പറയരുത്, ആരോടും പറയാം. അപ്പൊ എന്നോട് പറയല്ലേ, ഞാൻ 1 മാസത്തേക്ക് വേണേ പറയാതിരിക്കാന്ന്. എനിക്ക് അതുവരെ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ആരും ഈ സംഭവം അറിഞ്ഞത്. ഇദ്ദേഹത്തിന്റെ ഈ കഥ പറച്ചിലുകാരനുണ്ടല്ലോ, അപ്പൊ ഇദ്ദേഹത്തിനുണ്ട് ആ സൈഡ് ബ്യൂട്ടിഫുൾ ആയിട്ട്, അല്ലെങ്കിൽ രമേഷ് പിഷാരടിക്കുണ്ട് ആ സൈഡ് നന്നായിട്ട്, മുകേഷ് ചേട്ടനുണ്ട്, മനോജ് കെ ജയൻ സാറിനുണ്ട് ഈ സൈഡ്, ജയറാം ചേട്ടനുണ്ട് ഈ പറയുന്നത് പെരുപ്പിച്ച് പറയുന്നത്. അത് എപ്പോഴെങ്കിലും അങ്ങനെ സിനിമയിൽ വർക്ക്ഔട്ട് ആവാൻ അങ്ങനത്തെ കഥാപാത്രങ്ങൾക്ക് എപ്പോഴും കാസ്റ്റ് ചെയ്യാൻ അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ ചെയ്ത സിനിമകൾ സിനിമയല്ല. അങ്ങനെ അത്ര ഒരു ക്യാരക്ടേഴ്സ് ഞാൻ കാണാറുണ്ട്, ഞാൻ എൻജോയ് ചെയ്യാറുണ്ട് തീർച്ചയായിട്ടും. നമ്മൾ ജീവിതത്തിൽ ഇവരെ കാണാറുണ്ട്, ഇവര് സംസാരിക്കുന്നത് കേൾക്കാറുണ്ട്, ഇതൊക്കെ അനുഭവിക്കാറുണ്ട്. പക്ഷെ സിനിമയിൽ, എന്റെ സിനിമയിൽ എനിക്ക് ഇതുവരെ അത്തരം ക്യാരക്ടേഴ്സിനെ ഉൾക്കൊള്ളിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടായിട്ടില്ല. ഞാൻ അത്തരം സിനിമകൾ ഇതുവരെ ചെയ്തിട്ടില്ല. സോഫ്റ്റ് സ്വഭാവമുള്ള സിനിമകൾ ചെയ്തിട്ടില്ല. അങ്ങനെ എപ്പോഴെങ്കിലും ഉണ്ടാവും പരിഗണിക്കണം തീർച്ചയായിട്ടും. റോയ്ചേട്ടൻ കണ്ടിട്ടുള്ള അങ്ങനെ ഈ പറഞ്ഞു പെരുപ്പിക്കാൻ പറ്റുന്നതിൽ ഏറ്റവും നല്ല
കഥ പറച്ചിലുകാർ ആരായിരിക്കും? ഇപ്പൊ മനോജ് കെ ജയൻ, ജയറാം, അതായത് ജയറാം മുകേഷ്, ജഗദീഷ്, ഇതിലാരായിരിക്കും? ജയറാം മിടുക്കനാണ്, മുകേഷ് മിടുക്കനാണ്, ജഗദീഷ് മിടുക്കനാണ്, മണിയമ്പള രാജു മിടുക്കനാണ്. അവരവരുടെ ഏരിയയിൽ അവരൊക്കെ നല്ല മിടുക്കന്മാരാണ്. ആരും മാറ്റി നിർത്താൻ പറ്റില്ല. ഈ ജയറാമേട്ടന്റെ ഒരു ഏരിയ ആയിട്ട് എന്താ ഫീൽ ചെയ്തായിരുന്നു? അവിടെ പെരുപ്പിക്കുന്നതിന്റെ ഏരിയ ആയിട്ട് ജയറാമേട്ടൻ പുള്ളി പണ്ടേ അങ്ങനെ അങ്ങനെ നേച്ചർ അങ്ങനെയാണ്. പണ്ട് ഇപ്പം നമ്മളിപ്പോ ഒരു സ്ഥലത്ത് ഒരു 1000 പേരുണ്ടെങ്കിൽ പുള്ളി പറയും 10,000 പേരുണ്ടായിരുന്നു. അങ്ങനെ പറയുള്ളൂ. എല്ലാം ഇച്ചിരി പൊലിപ്പിച്ചേ പറയുള്ളൂ. അത് പുള്ളിയുടെ ഒരു രീതിയാണ്. അത് നേരിട്ട് കേൾക്കാൻ നല്ല രസമാണ് കേട്ടോ. കേൾക്കാൻ നല്ല രസമാണ്. പിന്നെ ഈയിടെയായിട്ട് പുള്ളി ഇച്ചിരി കളിയാക്കുന്നുണ്ടോ ആൾക്കാർ? എളിമ ഓടിപ്പോയത് വിഷമം തോന്നുന്നുണ്ടോ? ചേട്ടാ എളിമ കാണിച്ചാലും കുഴപ്പമാണ്. ഇപ്പൊ മറ്റേത് പറയും ഇവന് എളിമ എന്റെ ആൾക്കാരിയാണെന്ന് പറയും. ഇത് ഇച്ചിരി എളിമ കൂടിയപ്പോഴത്തേക്ക് അതിനെ ഇപ്പോഴും പക്ഷെ ശകലം കുറച്ചാ നല്ലായിരിക്കും. ഞാൻ പറയാതിരിക്കാം പുള്ളി. മലയാളിക്ക് ഇത്രയും വേണ്ട, മലയാളിക്ക് ഇത്രയും എളിമ കൊടുക്കരുത്. തമിഴ് നോക്ക്. ജഗദീഷന്റെ ഒരു സൈഡ് എന്തായിട്ടാ ഫീൽ ചെയ്തേക്കുന്നത്? സ്വന്തം കാര്യം നോക്കാൻ എടുക്കലാണ്. സ്വന്തം കാര്യം അനുഭവം ഉണ്ടോ അങ്ങനെ? അനുഭവം ഉണ്ടോ? അതേ ഉള്ളൂ. അതായത് സ്വന്തം കാര്യം വെച്ചാൽ ഇൻ ദ സെൻസ് അവനവന്റെ കാര്യം അവനെ തന്നെയാണ് നോക്കേണ്ടത്. പക്ഷെ കൂടുതൽ നോക്കും. എന്നെ ഞാൻ നന്നായിട്ട് നോക്കുന്നു പറഞ്ഞ അങ്ങനെ ഇരിക്കും. അതുപോലെയാണ് ജഗദീഷ് ഏട്ടൻ. മനോജ് ഗജന്റെ ഏരിയ എന്താ കഥ പറച്ചില്ല? മനോജിന്റെ കഥ പറച്ചിൽ എന്ന് പറയുന്നത് അവൻ പബ്ലിക്കായിട്ട് അങ്ങനെ ഒരു ഇന്റർവ്യൂല് വന്നിരുന്ന അങ്ങനെ കഥയൊന്നും പറയുന്ന ആളല്ല. അല്ലെങ്കിൽ പിന്നെ അവന് പറ്റുന്ന ചിലമ്പലിക്കാരനെ അതൊക്കെ പറഞ്ഞു. അത് ഞാനും പറയും. അവൻ അങ്ങനെ സിങ്ക് ആയിട്ടുള്ള ആളുകൾ വേണം. ഇപ്പൊ ഞാനും അവനോട് നല്ല സിങ്കാണ്. അങ്ങനെയുള്ള ആളെ കിട്ടിക്കഴിഞ്ഞാൽ അവൻ കഥ പറയാൻ എടുക്കണം. അല്ലാതെ ഒരു കഥ പറയാൻ വേണ്ടി അവനത് പറയില്ല. അപ്പൊ മുകേഷ് ഏട്ടന്റെ ഏരിയ ആയിട്ട് എന്താ ഫീൽ ചെയ്തിട്ടുള്ളത്? നമ്മള് നടന്ന സംഭവം പിക്ചറൈസ് ചെയ്യും. മുകേഷ് ഏട്ടനാണ് പറയുന്നതെങ്കിൽ കഥ പറയും. നമ്മൾ അതിലോട്ടങ്ങ് ചെല്ലും. ഇങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് നമ്മളങ്ങ് വിശ്വസിക്കും. ആ രീതിയിൽ അവതരിപ്പിക്കും. ഇപ്പൊ ഉള്ള ഒരുപാട് കഥ പറച്ചിലുകാരുണ്ട് മലയാള സിനിമയിൽ. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ബേസിൽ നന്നായിട്ട് കഥ പറയുന്നുണ്ട്, ധ്യാൻ ചേട്ടൻ നന്നായിട്ട് കഥ പറയുന്നുണ്ട്, നസ്രീനും അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കഥ പറയുന്നുണ്ട്. കേട്ടിട്ടില്ല. ഈ 3 പേരിലെ വിന്റേജ് ബൈച്ചേട്ട ഒരു സ്വഭാവം ഉണ്ട് തോന്നിയിട്ടുള്ള കഥ പറച്ചിലുകാരനാരാ? അത് ധ്യാനായിരിക്കും. ധ്യാനിൽ പണ്ടത്തെ ബൈച്ചേട്ടന്റെ ഫ്ലേവർ കൂടെ ഉണ്ട്. എന്റെ ഫ്ലേവർ ഒന്നുമല്ലോ, അവന്റെ ഫ്ലേവർ ഭയങ്കരമാണ്. ഞാനൊക്കെ ഒരു അംശമേ ഉള്ളതിന്റെ. മലയാളത്തിൽ നിന്ന് ഓഫറുകൾ വരുന്ന സമയത്ത് ഇപ്പൊ നായാട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഉയര് ചെയ്യുന്നു. അപ്പൊ തമിഴിൽ ഞാൻ ചെയ്യുന്നതല്ലാതെ എന്തെങ്കിലും വേണം, അതായത് ഗുണ്ടയാവരുത്, വില്ലനാവരുത്, കഥയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ ആവണം, അങ്ങനെ ഒരു നിർബന്ധം ഉണ്ടാവാറുണ്ടോ? മിക്കവാറും അങ്ങനെ ചോദിക്കൂ. പക്ഷെ വേറെ വഴിയില്ലാതെ ലാസ്റ്റ് ഫൈനലി അങ്ങനെ ഇവിടെ ചെയ്തതിൽ എനിക്ക് സൗദികളിലേക്കായാലും ഞാൻ ചെയ്തത് മജിസ്ട്രേറ്റ് റോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇഷ്ടപ്പെട്ടു. ടോട്ടലി ഡിഫറെന്റ് ആണ്. എപ്പോഴും അത് ഗുണ്ടായിട്ടും നിങ്ങൾ ഹെഞ്ച്മാൻ, ഗാങ്സ്റ്റർ, സോ ഇതുപോലെ ഉണ്ടായിരുന്നു. പിന്നെ വിമനൈസർ ഇതുപോലെ ഉണ്ടായിരുന്നു. സോ ഇതില് സൗദികളിലേക്കായാലും അങ്ങനെ ഇല്ലായിരുന്നു. ഒരു മജിസ്ട്രേറ്റ് ആയിട്ടാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴും ഒരു കഥയ്ക്ക് വേണ്ടിയിട്ടൊക്കെ വിളിക്കുന്ന സമയത്ത് സ്ക്രിപ്റ്റ് കിട്ടുന്ന ഒരു അവസ്ഥയുണ്ടോ, അല്ലെങ്കിൽ പ്രോപ്പർ ഡിസ്ക്രിപ്ഷൻ കിട്ടാറുണ്ടോ? ജസ്റ്റ് കുടുംബത്തെ അല്ലെങ്കിൽ നായകന്റെ കുടുംബത്തെയോ ഒരു ദോഷം ചെയ്യുന്ന ഒരു വില്ലൻ അങ്ങനെ മാത്രമേ പറയാറുള്ളൂ, അല്ലെങ്കിൽ മൊത്തം സ്ക്രിപ്റ്റ് കിട്ടുന്ന ഒരു അവസ്ഥയൊക്കെ എത്തിയിട്ടുണ്ടോ? ഉണ്ട്. പക്ഷെ എനിക്ക് ഐ ഡോണ്ട് ഹാവ് പേഷ്യൻസ്. അവരടുത്ത് ഒരു 5 to 10 minutes അല്ലെങ്കിൽ ഒരു 15 minutes ഒരു 1 line മാത്രം പറഞ്ഞിട്ട് സോ ആഫ്റ്റർ ദാറ്റ് ഞാൻ എന്താ വെച്ചാൽ നമ്മളൊന്നും ലീഡില്ല, വി പാർട്ട് ഓഫ് ദ മൂവി. ദേ ആർ റെഡി ടു ഗിവ് ആക്ച്വലി. അവർ കൊടുക്കാൻ തയ്യാറുണ്ട്. പക്ഷെ അത് നമ്മുടെ ഒരു പോർഷൻ മാത്രം വേണ്ടി ഒരു ഫുൾ കഥയും പഠിച്ചിട്ട് അത് വേണ്ട. എനിക്ക് അത് അത്രയ്ക്ക് എനിക്ക് അങ്ങനെ വർക്കാവില്ല.